സീമാജി ഒരു കാര്യം ചോദിച്ചോട്ടെ. സീമാജി നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അവരുടെ ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ അറിവുകളും സീമാജിയിൽ എത്തിച്ചേരുന്ന എല്ലാ അറിവുകളും ഓരോ ദിവ്യാത്മ സ്വരൂപർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പൈസ പോലും ഫീസ് വാങ്ങാതെ ഒരുപാട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ആളുകള് സീമാജി വിമർശിക്കുന്നതായിട്ട് കണ്ടു? അത് അവരോട് സീമാജിക്ക് എന്താ പറയാനുള്ളേ? അവരോടോ? ഞാനിപ്പോ നമ്മളെ അയ്യപ്പസ്വാമിയുടെ ദിവ്യ സന്നിധാനമായിട്ടുള്ള ശബരിമലയിലെ ഡിവൈൻ പമ്പയിലാണുള്ളത്. അപ്പൊ ഈ ഒരു പമ്പാ നദിയെ സാക്ഷി നിർത്തിയിട്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, എന്നോട് ക്ഷമിക്കണേ, എന്നോട് പൊറുക്കണേ. എന്താ വെച്ചാ കൊടുത്ത കൊല്ലത്തും കിട്ടില്ലേ, ഞാൻ അവരെയൊക്കെ വിമർശിച്ച് കാണും മേഡം. അവര് എന്നുവെച്ചാൽ അവര് എന്നെ പറ്റിയിട്ട് ഇപ്പൊ പറയുന്ന കുറ്റങ്ങള് ഒരിക്കലും ഞാൻ ഗുരുവാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് വീഡിയോസ് VMCയിലുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ ഗുരുവാണെന്ന് പറഞ്ഞിട്ടില്ല. ഗുരു അല്ലാത്ത ഞാൻ ഗുരുദക്ഷിണ എങ്ങനെ വാങ്ങിക്കും? ഈ ആത്മവിദ്യ അഭ്യസിക്കാൻ ഒരു രൂപ പോലും ആവശ്യമില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. ഒരു ഫീസും വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആദ്യം മുതൽ ഈ നിമിഷം വരെ അതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ആ ഒരു കാര്യം പറയുമ്പോഴാണ് ഞാൻ ചെയ്യാത്തൊരു കാര്യമല്ല അവർ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നത്. ഞാൻ ചെയ്തിട്ടേ ഇല്ല അത്. പക്ഷെ ജനങ്ങൾ അറിഞ്ഞു തരുന്നത് ഞാൻ സ്വീകരിക്കാറുണ്ട്. അത് ഗുരുവായിട്ടോ ഗുരുദക്ഷിണായിട്ടല്ല. അവർ അറിഞ്ഞു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്തിട്ട് എത്രയോ ലക്ഷക്കണക്കിന് രൂപ ചെലവായിട്ട് അവരുടെ ജീവിതത്തിൽ ആ ഒരു ക്യൂറായിട്ട് ആ ഒരു അനാരോഗ്യം ക്യൂർ ആയിട്ടില്ലല്ലോ. അപ്പൊ ഈ ധ്യാനത്തിലൂടെയല്ല അവരുടെ നാഡീമണ്ഡല ശുദ്ധി അവര് കഠിന സാധന ചെയ്ത കാരണം. എന്റെ ക്രെഡിറ്റ് അല്ല അത്. പക്ഷെ എന്നിലൂടെ എന്റെ അനുഭവജ്ഞാനം ഞാൻ പറഞ്ഞപ്പോ, ധ്യാനത്തിന്റെ മാർഗങ്ങൾ പറഞ്ഞപ്പോ അവരത് അനുസരിച്ചു. അത് അവരുടെ ക്രെഡിറ്റാ. പക്ഷെ അവരുടെ ആ ഒരു നന്ദി അവരെ അറിയിക്കാൻ വേണ്ടി മനസ്സറിഞ്ഞ് പത്രിജി എന്താ പറഞ്ഞ, അതായത് മനസ്സറിഞ്ഞ് തന്നത് സ്വീകരിക്കണമെന്ന് അല്ലെ. അപ്പൊ അത് ഞാൻ സ്വീകരിക്കാറുണ്ട്. അല്ലെങ്കിൽ ജീവിക്കേണ്ട വേണം, ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പൊ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, എന്നോട് ക്ഷമിക്കണം. എന്താ വെച്ചാല് ഞാൻ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് അവര് യൂട്യൂബിലിരുന്ന് പറയുന്നത്. ഞാനൊരു ആത്മീയ മനോരോഗിയാണ്, മറ്റുള്ളവരെയൊക്കെ മനോരോഗികളാക്കുകയാണ്. അതൊക്കെ ഭയങ്കര സങ്കടമാണ്. എല്ലാ മനോരോഗങ്ങൾക്കുള്ള ഒരേ ഒരു മെഡിസിനാണ് മെഡിറ്റേഷൻ. അപ്പൊ എന്റെ മനോരോഗങ്ങൾ, അതായത് ഞാൻ പറഞ്ഞു സൈക്യാട്രിക് ട്രീറ്റ്മെന്റിലായിരുന്നു ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അതേപോലെ ഡിപ്രഷനിലുണ്ടായിരുന്നു. എന്റെ എല്ലാ രോഗങ്ങളും മാറിയത്, തൈറോയിഡ് മാറി, ബാക്ക് ബോൺ പെയിൻ, ഒബേസിറ്റി അല്ലെ, എല്ലാ രോഗങ്ങളും മാറിയത് ധ്യാനത്തിലൂടെയാണ്. എന്റെ ഭ്രാന്ത് പോലും മാറിയത്. അപ്പൊ എല്ലാ ഭ്രാന്തിനെയും മാറ്റുന്ന ഒരേ ഒരു സൊല്യൂഷൻ, എല്ലാത്തിന്റെ ഒരേ ഒരു സൊല്യൂഷനാണ് മെഡിറ്റേഷൻ. ഇത് പറഞ്ഞു പഠിപ്പിക്കുന്ന എന്നെ തന്നെ ആത്മീയ മനോരോഗി എന്നും, പിന്നെ ഞാൻ എല്ലാവരിൽ നിന്നും ഗുരുദക്ഷിണ വാങ്ങിക്കുന്നു, ഒരു വീട് കയറ്റുന്നുണ്ട് പാലക്കാട്ട്, ആ വീട് കയറ്റാൻ വേണ്ടിയിട്ട് ഗുരുദക്ഷിണ ഫലമായി വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് വലിയ വേദനയാണ്. അപ്പോ ഞാൻ ചെയ്യാത്ത കാര്യം പറയുമ്പോഴേ നമുക്ക് വേദനിക്കുള്ളൂ അല്ലേ. ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഒരു നാണക്കേട് തോന്നും, അയ്യോ ഇതിപ്പോ അവരറിഞ്ഞോ, അങ്ങനെ തോന്നും. പക്ഷെ ചെയ്യാത്ത കാര്യം കേൾക്കുമ്പോ നാണക്കേടല്ല, ദേഷ്യം വരും, സങ്കടം വരും. അപ്പൊ ഞാൻ ദേഷ്യം എനിക്ക് വരുന്നില്ല, തിരിച്ചറിവുള്ളതുകൊണ്ട്. പക്ഷെ സങ്കടം വന്നു. അതെന്തുകൊണ്ടാ? ഞാൻ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ? കൊടുത്ത കൊല്ലത്തും കിട്ടില്ലേ. അപ്പൊ VMC മലയാളം പഠിപ്പിക്കുന്നത് എന്താ? കാര്യകാരണ സിദ്ധാന്തം, കർമ്മ സിദ്ധാന്തം. ഇപ്പോ ഞാൻ അവരൊക്കെ പലരും അതേ ആത്മീയ മനോരോഗിയെന്നും മറ്റുള്ളവരെ പ്രാന്തത്തിയാക്കുന്നു, അല്ലാതെ ഇവൾക്ക് വേറെ പണിയില്ല, ഇവള് ബലമായിട്ട് ഇങ്ങനെ എല്ലാവരിൽ നിന്നും പണം വാങ്ങിക്കുന്നു ഒക്കെ പറയുമ്പോൾ അത് ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ ആ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യാത്ത കാര്യം, അവര് ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തു എന്ന് പൂർവ്വജന്മങ്ങളിൽ ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. സോ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഞാൻ പറയാം, ഞാൻ ഗുരുവല്ല, എനിക്ക് ആരും ഗുരുദക്ഷിണ തരണ്ട, എല്ലാവരോടും ക്ഷമ ചോദിക്കുക. സോറി 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 സോറി.